നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് കഴിഞ്ഞ ദിവസം 24 ന്യൂസിൻ്റെ റിപ്പോർട്ടർ തൻ്റെ മൈക്ക് കൊണ്ട് തട്ടിയ വാർത്ത നമ്മൾ കണ്ടു, ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ലാലേട്ടന് വലിയ വിഷമമുണ്ടായി. അദ്ദേഹം മോനെ എന്തുവായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. നിന്നെ ഞാൻ കണ്ടോളാം എന്ന് വളരെ സൗമ്യമായി പറയുന്നതും കേട്ടു. അത് ചിലർ വാർത്തയാക്കി വിവാദമായി. അതിനെതിരെ വലിയ ശബ്ദകോലാഹലവുമുണ്ടായി. ലാലേട്ടന് ഇത് പരിക്കേറ്റെന്നും കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നെന്നും യാത്രയിലുടനീളം കണ്ണു തുടക്കിയായിരുന്നെന്നും പിന്നീട് ഷൂട്ടിങ്ങിനിടയിൽ പോലും അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് വെള്ളം വന്നെന്നും വേദന ഉണ്ടായിരുന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ സനൽകുമാർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് മൈക്ക് കൊണ്ട് മോഹൻലാലിൻ്റെ മുഖത്ത് പരിക്കേറ്റു എന്ന് തന്നെ അർത്ഥം. എന്നിട്ട് മോഹൻലാൽ ക്ഷമിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ 24 ന്യൂസിൻ്റെ റിപ്പോർട്ടർക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണമുണ്ടായി. സ്വാഭാവികമാണ്. ഇങ്ങനെ മാപ്പറകൾ അതിരുവിട്ടുള്ള പണിക്ക് പോവരുത്, അമിതമായ ആവേശം കാണിക്കരുത് എന്ന് പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയ കോലാഹലമുണ്ടായി. ആ മാധ്യമ പ്രവർത്തകൻ ബോധപൂർവം ചെയ്തതാണോ എന്ന് പോലും സംശയിക്കാവുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇത് മോഹൻലാലിൻ്റെ ശ്രദ്ധയിലും പെടുന്നു. മോഹൻലാൽ ആ മാധ്യമ പ്രവർത്തകനെ ബന്ധപ്പെടാൻ പറയുന്നു. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും സുഹൃത്തുമായ സനൽകുമാർ ശ്രീകണ്ഠൻ നായരെ വിളിച്ച് ചോദിച്ച് 24 റിപ്പോർട്ടറുടെ നമ്പർ മേടിച്ചിട്ട് സംസാരിക്കുകയാണ്. മോഹൻലാലും 24 ന്യൂസിൻ്റെ റിപ്പോർട്ടറും തമ്മിലുള്ള സംഭാഷണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഹലോ ഹലോ, ഞാൻ ലാലാണ്. ഹലോ സാറേ, ലാലേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് അതൊന്നും കുഴപ്പമില്ല, നോ പ്രോബ്ലം. അത് കഴിഞ്ഞ കാര്യമല്ലേ? അതെ, എന്നാലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അതെ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല, അതിപ്പോ എനിക്ക് ഇത് എന്തറിയോ, നമ്മളെ ഒരു 5 മണിക്കോ അല്ലെ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു, നമ്മൾ ഇട്ടോളാൻ പറയുന്നു. അതിന്റെ ഫംഗ്ഷന് കയറുന്നു. അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നതെന്ന് എനിക്കറിയില്ല. അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അതെ അതെ, ഞാൻ ഒരു ആവേശത്തിന് വെച്ചു പോയത്, മൈക്ക് വെച്ചു പോയത്. അപ്പൊ അതായത് പുരികറ്റ് കൊള്ളാവുന്ന കണ്ണി കൊണ്ടു, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ആവേശത്തിന് മൈക്ക് വെച്ചായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു, ഇത്രേ ഉള്ളൂ, വേറെ എന്ത് ചെയ്യാൻ. കൈ ലോക്കായി. ഓക്കെ, താങ്ക് യു. ഞാൻ പക്ഷെ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. സത്യം പറഞ്ഞാൽ ഈ സംഭാഷണം കേട്ടപ്പോൾ ലാലേട്ടനോടുള്ള ബഹുമാനവും സ്നേഹവും ഇരട്ടിച്ചു. ആലോചിച്ച് നോക്കുക, വെറുതെ മര്യാദയ്ക്ക് പോയൊരു മനുഷ്യനെ മുഖത്തേക്ക് ഈ മൈക്ക് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു, കണ്ണിൽ നിന്ന് വെള്ളം വന്നു, വേദനയുണ്ടായി. എന്നിട്ട് സാരമില്ല മോനെ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനി നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അത് അപ്പോഴേ ഞാൻ വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുകയും ഒടുവിൽ തമാശയായി നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് മോനെ എന്ന് വീണ്ടും പറയുകയും ചെയ്യുന്ന ലാലേട്ടൻ്റെ ആ ഒരു ലാളിത്യമുണ്ടല്ലോ, അത് സമാനതകളില്ലാത്തതാണ്. അത് ലാലേട്ടനെ പോലെ ഉയർന്ന മനസ്സുള്ളവർക്ക് മാത്രം കഴിയുന്നതാണ്. വാസ്തവത്തിൽ ഇങ്ങനെ പെരുമാറേണ്ടത് സിനിമക്കാരല്ല. സിനിമക്കാർക്ക് ഹുങ്ക് അല്പം കൂടി ആവാം. കാരണം അവർ പ്രൈവറ്റ് വ്യക്തികളാണ്. അവർ സിനിമ എടുക്കുന്നു, സെലിബ്രിറ്റികളാണ്. ആരാധകരോട് ചെറിയ കടപ്പാടുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരെ പോലെ അവരുടെ പിന്തുണ ആവശ്യമില്ല. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ അധികാരത്തിൽ വരാൻ കഴിയൂ. സിനിമക്കാർക്ക് ജനങ്ങൾ കണ്ടാൽ മാത്രമേ പറ്റൂ. പക്ഷേ ജനങ്ങൾ കാണാൻ സ്വഭാവം നല്ലതാവണമെന്നില്ല, സിനിമ നല്ലതായാൽ മതി. സിനിമക്കാർ പലരുടെയും സ്വഭാവം വളരെ മോശമാണ്. പക്ഷെ എന്നാൽ ഒന്നാന്തരം അഭിനയമാണെങ്കിൽ ജനങ്ങളത് കാണും, ജനങ്ങൾ ഇഷ്ടപ്പെടും. ക്യാരക്ടർ നോക്കിയല്ല ജനങ്ങൾ സിനിമ കാണുന്നത്, അഭിനയം നോക്കിയാണ്. എന്നാൽ രാഷ്ട്രീയക്കാർ ക്യാരക്ടർ നോക്കിയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ധാർഷ്ട്യമുള്ളവരോട്, ജനവിരുദ്ധരോട് ജനങ്ങൾ അകലം പാലിക്കും. എന്നാൽ മോഹൻലാലിനെ പോലെ പെരുമാറാൻ നമ്മുടെ എത്ര രാഷ്ട്രീയക്കാർ കഴിയും? ഉമ്മൻചാണ്ടിയെ പോലെ ചിലർക്ക് കഴിയും, തീർച്ചയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ CPM-കാർ തലയ്ക്ക് കല്ലെറിഞ്ഞിട്ട് അവരോട് ക്ഷമിച്ച ആളാണ്. എന്നാൽ നമ്മുടെ പിണറായി വിജയന് കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അദ്ദേഹം ചീറിപ്പാഞ്ഞു പോകുന്ന വാഹന വ്യൂഹത്തിൻ്റെ മുമ്പിൽ പെട്ടുപോയാൽ അല്ലെങ്കിൽ പിറകെ പോയാൽ പിടിച്ചോണ്ട് പോകും, കേസെടുക്കും. അദ്ദേഹത്തോട് ആരെങ്കിലും ഒരു കരിങ്കൊടിക്ക് വേണ്ടി വഴിയിൽ നിന്നാൽ അദ്ദേഹത്തിന് ഗുണ്ടകൾ ഇറങ്ങി തല്ലി തലപൊട്ടിക്കും, ഹെൽമറ്റ് കൊണ്ടും ഇഷ്ടിക കൊണ്ടും. അദ്ദേഹത്തിൻ്റെ പരിസരത്തേക്ക് ആരെങ്കിലും എത്തിയാൽ അത് കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും കൈതട്ടി തെറിപ്പിക്കും. സെൽഫി എടുക്കാനൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ധാർഷ്ട്യത്തിൻ്റെ പ്രതീകമായി മുമ്പോട്ട് പോകുന്ന ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയനും CPM-കാരും കണ്ടു പഠിക്കണം ലാലേട്ടനെ. ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പോഴത്തെ പ്രതിസന്ധി തന്നെയാണ്. ഹാരിസ് എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവി, അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ CPM നേതാവാണ്. അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. പക്ഷേ സഹികെട്ട് സാധാരണ മനുഷ്യരുടെ ശസ്ത്രക്രിയ മുടങ്ങുന്നത് കണ്ടപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളൊന്നുമില്ല. അനവധി അപേക്ഷകൾ കൊടുത്തു, അനവധി മീറ്റിങ്ങുകൾ നടത്തി, ചുവപ്പ് നാട അഴിയുന്നില്ല. മെഡിക്കൽ കോളേജ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയും രാഷ്ട്രീയക്കാരും ഒക്കെ പണം അടിച്ചു മാറ്റുന്നതിനല്ലാതെ സാധാരണ മനുഷ്യരെ സഹായിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ്
റിസ്ക് എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് വിവാദമായി. അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് ജനപിന്തുണ കിട്ടിയതോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് തകിടം മറിഞ്ഞു, നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് സംരക്ഷിച്ചു. അതോടെ CPM സൈബർ ഇടങ്ങൾ നിശബ്ദരായി. കാരണം ഈ CPM ഒരു വിധത്തിൽ കെട്ടിപ്പൊക്കെ കൊണ്ടുവന്നതാണ് പൊതുജനാരോഗ്യ മേഖലയിലെയും പൊതുവിദ്യാഭ്യാസ മേഖലയിലെയും വലിയ നേട്ടങ്ങൾ. അത് വെറും പൊള്ളയാണ് എന്ന് CPMനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് വകുപ്പ് മേധാവി പറഞ്ഞതോടെ പ്രതിരോധത്തിലായി. അവർക്ക് പക്ഷെ മിണ്ടാൻ കഴിഞ്ഞില്ല. കാരണം ആരോഗ്യമന്ത്രി പോലും ഈ ഹാരിസിനെ തള്ളിപ്പറഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഈ ഹാരിസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. പിണറായി പറഞ്ഞു, ഈ നാടിൻ്റെ നേട്ടങ്ങളെ ചെറുതാക്കുന്നതിന് വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഹാരിസ് നടത്തിയത് എന്ന്. ഈ ആരോഗ്യ മേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കാൻ പറ്റും എന്ന ശ്രമമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല. നല്ല അർപ്പണബോധത്തോടെ ജോലി എടുക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാമാവട്ടെ, പക്ഷേ അത്തരമൊരാള് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മുന്നിൽ അനുഭവ പാഠമായിരിക്കും. പിണറായിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയായിരുന്നു CPM നേതാക്കളെല്ലാം. പാർട്ടി അണികൾ ഒരുമിച്ച് ചാടിയിറങ്ങി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇപ്പോഴത്തെ 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഹാരിസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിന് അവരുടേതായ പ്രതികരണം വരികയും ചെയ്തു. ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ. എന്താ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാതൽ. അതായത് ലോകോത്തരമായ രീതിയിലുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയെ വല്ലാതെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിച്ചത്. അതാ കാര്യം. സജി ചെറിയാൻ ഒരു പടി കൂടി കടന്ന് മനഃപൂർവ്വം സർക്കാരിനെ മോശക്കാരനാക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അത് പ്രവർത്തിച്ചത്. വല്ല പഞ്ഞിയുടെ കുറവും കാണും, അല്ലാതെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം നല്ല ഡോക്ടറൊക്കെ ആയിരിക്കും, അല്ലെന്ന് ഞാൻ പറയുന്നു. ഇത്രയും നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു ആശുപത്രിയിൽ ചിലപ്പോൾ പഞ്ഞി കുറഞ്ഞു കാണും, ചിലപ്പോൾ എക്യുപ്മെന്റ്സിന്റെ കുറവ് കാണും, ചിലപ്പോൾ മരുന്നിന്റെ കുറവ് കാണും. ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആ ഡോക്ടറെ ചെയ്തത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥാനത്ത് യോജിച്ചതല്ല ചെയ്തത്. ഇങ്ങനെ ഇവരെല്ലാം വന്നതോടെ സൈബർ സഖാക്കൾ ഉണർന്നു. ഹാരിസിനെതിരെ ഒളിയാക്രമണം തുടങ്ങി. CPMന്റെ കാലത്തെയും വലിയ ആയുധം സൈബർ ആക്രമണമാണ്. അദ്ദേഹം പേടിച്ചുപോയി. ഡോക്ടർ ഹാരിസ് പിതൃതുല്യരാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് അദ്ദേഹത്തിനെ ഞാൻ ഇടതുപക്ഷ സഹയാത്ര എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാവില്ല. വേറെ മാർഗം ഇല്ലാതാകുമ്പോഴാണല്ലോ, മാർഗം മുമ്പിലൊന്നും വഴിയെ കൊട്ടിയടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതിൻ്റെ എല്ലാ മാർഗങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ടു, എല്ലാ രീതികളിലും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. അദ്ദേഹത്തിന് അറിയാം കരിയറേ തീർന്നുപോയി, ഇനി പണി കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷേ പണി കിട്ടട്ടെ എന്ന് കരുതി തന്നെ നാട് നന്നാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയതാണ്. വിസിൽ ബ്ലോവർ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ്. പക്ഷേ TPയുടെ അനുഭവം കൂടി തനിക്കുണ്ടാവുമെന്ന് ഭയം ഈ ഡോക്ടർ ഹാരിസിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പിണറായിയെ പിതാവെന്ന് വിളിക്കേണ്ടി വന്നു തള്ളിപ്പറഞ്ഞപ്പോൾ. CPM പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന്. പിണറായി വിജയൻ ഒരു കാര്യത്തിനെങ്കിലും ഉത്തരം പറയണം. പിണറായി പറയുന്ന രാജ്യത്തെ ഏറ്റവും മഹത്തായ ചികിത്സാ സമ്പ്രദായം ഇവിടെയാണെന്നാണ്, മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഇല്ല എന്നാണ്. ഇത്ര മഹത്താണ് ഇവിടുത്തെ ചികിത്സാ സൗകര്യമെങ്കിൽ, ചികിത്സാ സമ്പ്രദായമെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയൻ ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോകുന്നത്? അതും ഖജനാവിലെ പണം എടുത്തുകൊണ്ട്, അതും ഭാര്യയെയും മക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഇടയ്ക്കിടെ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത് എന്തിനാണ്? ഇനി പോട്ടെ, ഇവിടെ ഇല്ലാത്ത വൈദഗ്ധ്യം അവിടെ ഉണ്ട് എന്ന് കരുതുക. പരിശോധനയ്ക്ക് വേണ്ടി പിന്നെന്തിനാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? മദ്രാസിലെ ആശുപത്രിയിലേക്കാണ് നിരന്തരം അദ്ദേഹം പരിശോധനയ്ക്ക് പോകുന്നത്. ഇവിടെ അല്ല പരിശോധിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യവും രോഗനിർണയ സൗകര്യവും ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയൻ തൻ്റെ ചികിത്സയുടെ തുടർ ചികിത്സയ്ക്കും തൻ്റെ പരിശോധനകൾക്കുമായി നിരന്തരം തമിഴ്നാട്ടിലേക്ക് പോകുന്നത്, തൊട്ടയൽപക്കത്തേക്ക് പോകുന്നത്? ഇവിടെ നടത്തിയാൽ പോരെ? മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ ഒരുമിച്ച് മെഡിക്കൽ ബോർഡ് കൂടില്ലേ? ഈ മെഡിക്കൽ ബോർഡ് കൂടി നല്ല ചികിത്സ നൽകില്ല. അപ്പം ഇവിടെ സൗകര്യമില്ല, ഇവിടെ ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി തൻ്റെ പരിശോധന കേരളത്തിന് പുറത്താക്കുന്നു, തൻ്റെ ചികിത്സ അമേരിക്കയിലാക്കുന്നു. ഇത് ചെയ്തിട്ട് ഇങ്ങനെ നുണ പറയരുത്. എന്തായാലും മോഹൻലാലിനെ കണ്ടു പഠിക്കണം എങ്ങനെയാണ് ഒരു മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ.